Hi everyone, welcome back to my channel. ഇന്നത്തെ റെസിപ്പി ഒരു കണവ റോസ്റ്റ് ആണ്. കണവാന്നും കൂന്തലിനും ഒക്കെ ഓരോ സ്ഥലത്ത് ഓരോ പേരാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ 1/2 കിലോ കണവയാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കണവ ആഡ് ചെയ്തു. കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തു. പിന്നെ പെരുംജീരകപ്പൊടി, മുളക് പൊടി, ഞാൻ ഇവിടെ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ്. ഇതിത്രയാണ് ഞാനിവിടെ ചേർക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഒരു 5 വിസിൽ വരുന്നവരെ, 4 വിസിൽ മതിയാകും കുക്ക് ചെയ്തെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കണ്ട. ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സെയിം വെളിച്ചെണ്ണ തന്നെയാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടണം. അങ്ങനെ ഇവിടെ കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. കറിവേപ്പിലയും കൂടി നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഇടുന്നതാണ് സവാള, തക്കാളി, പച്ചമുളക്. 1 സവാള, 1 മീഡിയം തക്കാളി, 2 പച്ചമുളക്. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുക. ഉപ്പ് തൽക്കാലം ഉള്ളിക്ക് വേണ്ടി മാത്രം ഉപ്പിട്ടാൽ മതിയാകും, ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ കണവയിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. ലാസ്റ്റ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതിയാകും. അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരല്പസമയത്തിന് ശേഷം വീണ്ടും നമ്മൾ തുറന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് വാടി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. ഞാൻ കുക്കറിലാണ് എപ്പോഴും കണവ എന്ന് വേവിച്ചിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യത്തുള്ളൂ. നമുക്ക് വേണമെങ്കിൽ നേരിട്ടും ഇടാം, അത് ഇച്ചിരി കൂടെ ടൈം എടുക്കും. ഇതാകുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് വെന്തും കിട്ടും. നമ്മളെ കണവയിൽ നല്ലതുപോലെ ഉപ്പൊക്കെ പിടിച്ച് നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഞാൻ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല കുക്ക് ചെയ്യുന്ന സമയത്ത്, കാരണം കണവയിലും വെള്ളം ഇറങ്ങും, അതുകൊണ്ട് ഞാൻ വെള്ളം യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ ഇവിടെ കണവ 4 വിസിലൊക്കെ വന്ന് നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു. എന്നാലും ഇതിൽ അല്പം വെള്ളമുണ്ട്. ഇത് നിങ്ങൾ വറ്റിക്കുകയൊന്നും ചെയ്യണ്ട. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കണവയാണ് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇതിൻ്റെ വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇത് നല്ല റോസ്റ്റ് എന്ന് പറയുമ്പോൾ നല്ല മുരിഞ്ഞ് വരുന്നൊരു പാകമായിരിക്കണം. ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെയാണ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനുള്ളത്. കണവ റോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് എടുക്കുന്നതായിരിക്കും എൻ്റെ ഒരു പേഴ്സണലി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനും നല്ലതുപോലെ വഴറ്റി തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ഓരോ ആൾക്കാർക്കും ഓരോ രീതിയാണ്. ചിലർക്ക് ഇച്ചിരി ഗ്രേവി ടൈപ്പ് ആയിരിക്കും വേണ്ടത്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. സോ ലാസ്റ്റായിട്ടൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് മല്ലിയില. മല്ലിയിലയും കൂടി നമുക്ക് ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് മല്ലിയില ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മളെ കണവ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. എന്നാലും ഞാൻ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്, അത്ര തന്നെ. നിങ്ങൾക്ക് കാണാം, നമ്മൾ ഒഴിച്ച വെള്ളമൊന്നും ഇപ്പോൾ ഇല്ല. ഇച്ചിരി കൂടി ഡ്രൈ ആയിട്ട് നല്ല അടിപൊളി പാകത്തിന് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കണവ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് കാണാം, നല്ല അടിപൊളിയായിട്ട് കണവയൊക്കെ കുക്കായി, ഒട്ടും തന്നെ റബ്ബറിയൊന്നും ആയിട്ടില്ല. ഇതുപോലെ 4 വിസിൽ തന്നെ നിങ്ങൾ കേൾപ്പിച്ച് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.